വഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ വഇലന്നാസി കാഫ. ഞാൻ നിങ്ങളിലേക്കും ലോകത്തേക്കും കടന്നു വന്ന പ്രവാചകനാണ്. നിങ്ങൾക്ക് വിശിഷ്യ ലോകത്തിന് മൊത്തമായിട്ടും കടന്നു വന്ന പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ഞാനിതാ സത്യം പറയുകയാണ്. എന്താണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? കണ്ണു തുറക്കണം. അള്ളാന്റെ റസൂൽ പറയട്ടെ, ഇസ്ലാം ദീന് എല്ലാം കൂടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാക്കിയാൽ ആ സംഗതി ഈ ഞാൻ പറയാൻ പോകുന്ന ഹദീസിലുണ്ട്. ഇത് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ, എന്നിട്ട് വേണം നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്യാൻ, എന്നിട്ട് വേണം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശരിപ്പെടുത്താൻ, എന്നിട്ട് വേണം നമ്മുടെ മുഴുവൻ സംഗതികളെയും നമ്മൾ ക്രമപ്പെടുത്താൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വല്ലാഹി അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം, ലതമൂതുന്ന കമാ തനാമൂൻ, ലതമൂതുന്ന കമാ തനാമൂൻ, വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ, വലതുബഅസുന്ന കമാ തസ്തൈഖിലൂൻ, വലതുബഅസുന്ന കമാ തസ്തൈഖിലൂൻ, വലതുഹാസബുന്ന ബിമാ തഅമലൂൻ, വലതുജസഉന്ന ബിഇഹ്സാനിൻ ഇഹ്സാനാ വബിസ്സൂഇൻ സൂആ. എത്ര സുന്ദരാണ് ഇസ്ലാം ദീൻ പഠിക്കാൻ. ഇത് വളച്ചു കെട്ടി പട്ടർ മൂക്കടിക്കുന്ന ആര് പറഞ്ഞു കൊടുക്കാണ്? ഞാനിങ്ങനെ ഇസ്ലാം പറയാറുള്ളൂ, ഇങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ഇസ്ലാമിന്. ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് മൊത്തത്തിലായിട്ടാണ്. ഈ ഞാൻ കള്ളനല്ല, ഞാൻ കളവല്ല പറയുന്നത്, സത്യം മാത്രമാണ് ഞാൻ പറയാറുള്ളത്, സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സംഗതി, മുസ്ലിമീങ്ങളെ, എൻ്റെ സമുദായമേ, നിങ്ങൾ സംഘടിക്കുവീൻ, യുദ്ധം ചെയ്യുവീൻ, നിങ്ങൾ അങ്ങനെ പലതുമായിട്ട് വകതിരിഞ്ഞിട്ട് പുറംതിരിഞ്ഞു നിൽക്കുവീൻ എന്നല്ല അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. മുസ്ലിമീങ്ങളെ, ലോകമേ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു സംഗതി, വല്ലാഹി അല്ലാഹു തന്നെയാണെങ്കിൽ സത്യം, ലതമൂതുന്ന, നിങ്ങൾ മരിക്കുമെന്ന് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വല്ലാഹി ലതമൂതുന്ന, നിങ്ങൾ മരിക്കുമെന്ന് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ. ഏതുപോലെ എന്നറിയുമോ? മനുഷ്യ മക്കൾക്ക് പരിചയമുള്ള ഒരു സംഗതിയുണ്ട്, ഉറക്കം. ഉറങ്ങുന്നത് പോലെ നിങ്ങൾ മരിക്കും കേട്ടോ എന്ന് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാർക്കാണ് മനസ്സിലാവാതിരിക്കുക? ഇത് ലോകത്ത് ഏതൊരാൾക്കാണ് മനസ്സിലാവാതിരിക്കുക? നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കുമെന്ന് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എത്ര സുന്ദരമാണ് ഇസ്ലാം. എന്നിട്ട് റസൂലുള്ള പറയാണ്, വലതുബഅസുന്ന കമാ തസ്തൈഖിലൂൻ. ആ ഉറക്കത്ത് നിങ്ങൾ എങ്ങനെയാണ് എണീക്കാറുള്ളത്? ഓയ്, ചിന്തിക്കുന്നില്ലേ നമ്മള്? ഉറക്കുന്ന ആരാണ് നമുക്ക് ജീവൻ മടക്കി തരുന്നത്? എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ രാത്രി പോയിട്ട് കിടന്നുറങ്ങുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്താണ് ഉറക്കം എന്ന് പറഞ്ഞാൽ? ശാസ്ത്രത്തിന് ഇന്നും ഉറക്കത്തിന്റെ പൂർണ്ണ അറിവ്, ഇൽമ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. സയൻസ് ഉറക്കത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഉറക്കം എന്താണ് റൂഹുമായി നടക്കുന്ന അതിലുള്ള പ്രതിഭാസം എന്താണ്? അള്ളാഹു പറഞ്ഞു റൂഹിനെ കുറിച്ചിട്ട് ആളുകൾ ചോദിച്ചപ്പം അള്ളാഹു പറഞ്ഞു, റൂഹിനെ കുറിച്ച് ചോദിക്കുന്നവരോട് പറയാ, അള്ളാഹിന്റെ അടുക്കലുള്ള ഇൽമാണത്. അന്ത്യനാളിനെ കുറിച്ചും റൂഹിനെ കുറിച്ചൊക്കെ അത് ഏതെങ്കിലും ഒരു വിവരം തന്നെങ്കിൽ പടച്ചോന്റെ ഖജനാവില് വേണ്ടേ? മനുഷ്യനിപ്പോ ഇവിടെ മനുഷ്യനുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ക്ലോണിങ്ങിന്റെ യുഗമാണ്. എല്ലാം കൂടി പടച്ചോൻ കൊടുക്കൂലല്ലോ. അള്ളാഹുവിന്റെ കയ്യിൽ അതിന്റെ രഹസ്യങ്ങൾ പടച്ചോന്റെ കയ്യിൽ തന്നെയാണല്ലോ. എന്താണ് മനുഷ്യ നീ ആലോചിക്കാത്തത്? ആ ഉറക്കിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണോ എഴുന്നേൽക്കുന്നത്, ആ എഴുന്നേൽക്കൽ പോലെ നിങ്ങളെ അള്ളാഹു വീണ്ടും പുനർജീവിപ്പിക്കുമെന്ന് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉറക്കുന്നത് എങ്ങനെയാണോ നമ്മൾ ദുആ ചെയ്തിട്ട് എണീക്കുന്നത്, ആ ദുആ പോലും നമുക്കറിയാം. പടച്ചോനെ, ഒരു മരണത്തിന് ശേഷമാണ് ഞാൻ ഇതാ വീണ്ടും ഈ പ്രഭാതത്തിന്റെ സൂര്യകിരണങ്ങളെ, ഉദയസൂര്യനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായ തമ്പുരാനെ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഈ അടുത്ത കാലത്തെങ്ങാനും? ആലോചിച്ചോളി. ഞാനും നിങ്ങളും എന്ന് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന? നമ്മൾ ഇങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളെയും അറിയാൻ. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും വഴിതെറ്റില്ല. ഇത് മനുഷ്യന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ് അള്ളാഹും റസൂലും. പ്രാർത്ഥന ഉണ്ടായാൽ ജീവിതം തെറ്റില്ല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അർത്ഥങ്ങളുള്ള പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ ഉറക്കിൽ നിന്ന് നിങ്ങൾ ജീവിക്കുന്നത്, എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങളെ പുനർജീവിപ്പിക്കും. എന്നിട്ട് നിങ്ങളുടെ ചെയ്തികളൊക്കെ സംബന്ധിച്ച്, എന്നിട്ട് നിങ്ങളുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് അള്ളാഹു വിചാരണ ചെയ്യും.
അതുണ്ടാവും. അവിടെയാണ് മരണവും മരണാനന്തരവും നമുക്ക് അടിവരയിട്ടോണ്ട് മനസ്സിലാക്കേണ്ടത്. വിചാരണ ചെയ്യും അള്ളാഹു, വിചാരണ അല്ലാത്തത് ഉണ്ടാവില്ല. ഈ ദുനിയാവ് നമുക്കറിയാം, ഇത് എവിടെയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞൊരു ദുനിയാവാണിത്. കുറെ എങ്കിലും പകുതിയിലധികവും ഇവിടെ നീതിയില്ല പലതിലും. ഇവിടെ അള്ളാഹു ഇങ്ങനെ വിട്ടേച്ചിരിക്കുകയാണ്. പക്ഷേ നീതിയുള്ള ഒരു ലോകമുണ്ട്, ഒരേ ഒരു ലോകമാണത്. ആ ലോകം എന്ന് പറയുന്നത് നമുക്ക് പരലോകം എന്നാണ് അതിനെ നാം വിളിക്കുന്നത്. മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന പരലോകമാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ വിശ്വാസത്തിന്റെ വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് പരലോക വിശ്വാസം. വെറും വിശ്വാസം കൊണ്ട് മനുഷ്യൻ എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാമിനെ തകർക്കാനും വന്നിട്ടുള്ള 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഇസ്ലാം എന്ന ഇസത്തെ, ഇസ്ലാം എന്ന പ്രത്യയ ശാസ്ത്രത്തെ തകർക്കാൻ വന്നിട്ടുള്ള ഒരുപാട് ഇസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുള്ളവർക്ക് അത് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതൊന്നും ഇന്നതിന്റെ മീസാങ്കല്ല് പോലും കാണാനില്ല. എന്തുകൊണ്ടാ? ഇസ്ലാം പറയുന്ന സംഗതി അത് ദൈവീക പ്രോക്തമായ അള്ളാഹുവിന്റെ കലാമാണ്. പടച്ചോനെ അങ്ങനെ പറയാൻ കഴിയും, വേറൊരാൾക്കും പറയാൻ കഴിയില്ല. വയലത്ത് പണിയെടുത്ത വരമ്പത്ത് കൂലി. എന്താണ്? ഇസ്ലാമാണ് അത് വളരെ കൃത്യമായി അവതരിപ്പിച്ചത്. ഇവിടെയുള്ള എല്ലാ അനീതികളോടും ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയാൽ പോലും പകരം ചോദിക്കുന്ന സംവിധാനമാണ് പരലോകം എന്ന് അല്ലാഹുവിന്റെ റസൂല് ലോകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സംവിധാനം, ആ സംവിധാനത്തിന്റെ തുടക്കമെന്നോണം അള്ളാഹു നിങ്ങളുടെ സത്യാസത്യങ്ങളെ, നിങ്ങളുടെ 2 തരത്തിലുള്ള കർമ്മങ്ങളെയും അള്ളാഹു വ്യവച്ഛേദിച്ചുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നാണ്. അവിടെയാണ് ജീവിതം സാർത്ഥകമാകുന്നത്. അവിടെ നിങ്ങൾക്ക് ഇഹ്സാനാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ, നന്മയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ, നന്മ അതിന് പ്രതിഫലമായി അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും അള്ളാഹു നിങ്ങളെ കാണിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയാൻ വേണ്ടി വന്ന മഹാനുഭാവനാണ്. റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്, സമുദായമേ, സമൂഹമേ, നിങ്ങൾ നന്നാവാനുള്ള ഒരേ ഒരു സംഗതി, നിങ്ങൾ മരിക്കും, മരണം എന്ന സംഗതി നിങ്ങൾ ആലോചിക്കുക എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് ഉപദേശം തേടിയെന്നാണ്. എന്നെ ഉപദേശിക്കണം, എനിക്ക് നന്നാവാൻ, എൻ്റെ മനസ്സൊന്ന് വിശാലമാവാൻ, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് ഖുശൂ ഉണ്ടാവാൻ, എനിക്ക് ഭയഭക്തി ഉണ്ടാവാൻ, എൻ്റെ ആരാധനകളെല്ലാം ഒന്ന് നന്നാവാൻ. മഹദി ആയിഷ ബീവിയോട് ചോദിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണിനോട് ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്താണ്? നീ മരണത്തെക്കുറിച്ച് ആലോചിക്കണമെന്നാണ്. മരണമെന്ന പുതുമണവാളൻ നിന്നോട് കൂടെ കൂടുന്ന ഒരു രാവുണ്ട്, ഒരു പകലുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് നീ ആലോചിക്കണം. മണിയറ പോകുന്നവരെ നമ്മൾ ആലോചിക്കണം. ഖബറെന്ന് പറയുന്ന ഖബറിൻ ആദ്യത്തെ രാത്രി എങ്ങനെ ഉണ്ടാകും, ആ രാത്രിയിൽ നമ്മൾ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്നുള്ളത്. ഗസാലി ഇമാമിനെ കുറിച്ച് എഴുതി വെച്ചിടത്ത് 1-2 വാക്യങ്ങൾ വായിക്കാം. ഗസാലി ഇമാം, അദ്ദേഹം ഖബർ കുഴിച്ചു വെച്ചു തനിക്ക് വേണ്ടി. ഒടുക്കം മരിക്കാൻ നേരത്ത് ആ മനുഷ്യന്റെ മരണം അത്ഭുതകരമായ മരണമാണ്. മരിക്കാൻ നേരത്ത് ആ മനുഷ്യൻ ബുഖാരി മുസ്ലിം എന്ന ഗ്രന്ഥം കൊണ്ടുവന്ന് വായിക്കാൻ പറഞ്ഞു. വായിച്ച് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നാണ്. അദ്ദേഹം എഴുതി വെച്ച മറ്റൊരു സംഗതിയുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊള്ളയടിയാണ്. ഇദാ മാത ഇൻസാനൻ ഫഖംസുൻ ലിഖംസ വലഹമുൻ ലിദൂദാദിൻ വഅളുമുൻ ലിതുർബാ വമാലുൻ ലിബുറാസിൻ വറൂഹുൻ ലിഖാബിലിൻ. മരണം എന്ന് പറയുന്നത് ഒരു കൊള്ളയടിയാണ്. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ട്? എടുക്കാൻ മാത്രല്ലേ, എടുക്കാൻ മാത്രം അല്ലാഹു നൽകിയിട്ടില്ലേ? എല്ലാം ഉണ്ട്. എന്ത് സൗകര്യങ്ങളാണ് നമുക്കിന്ന് കുറവുള്ളത്? എല്ലാത്തിന്റെയും അധിപനാരാണ്? എല്ലാത്തിന്റെയും ഉടമയാരാണ്? ഇന്നാലിന്ന ആളാണ്, എന്ന ഹാജിയാരാണ്, ഇന്നാലിന്ന ആളാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ എന്തൊരു മെജോറിറ്റി ഉണ്ട് നമുക്ക്. പക്ഷേ ഏത് നിമിഷമാണ് ഈ അധികാരമെല്ലാം തച്ചുടക്കപ്പെടുന്നത്? ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മുകളിലും എന്നെ മാത്രം, ഇതിന്റെയൊക്കെ കഴിഞ്ഞ നിമിഷം വരെ ഇതിന്റെ എല്ലാം ഉടമയായിരുന്ന എന്നെ 6 അടി മണ്ണിന്റെ താഴ്ചയിലും എൻ്റെ ഉടപ്പുറപ്പുകളും കുടുംബവും എല്ലാം ഭൂമിയുടെ മുകളിലുമാകുന്ന ഒരു സമയം
എപ്പോഴാണെന്നറിയുമോ? നമുക്ക് എവിടെയാണെന്നറിയുമോ? ഏത് ദിവസമാണെന്നറിയുമോ? എൻ്റെ ഏറ്റവും അടുത്ത, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനമുള്ള എൻ്റെ പിതാവിൻ്റെ വയസ്സുള്ള ഒരു 56 വയസ്സുള്ളൂ. കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെ അദ്ദേഹത്തെ പള്ളിയിൽ പോയിട്ട് ഉംറ ചെയ്ത് വന്നിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. വളരെ നല്ല വിശേഷങ്ങൾ, യാതൊരു പ്രയാസവുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം കൈകൊടുത്ത് സംസാരിച്ചു. ഇനി നമ്മുടെ സമ്മേളനങ്ങളും പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന്